UDFിൻ്റെ മാനിഫെസ്റ്റോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സാധാരണക്കാർക്ക് ഭക്ഷണമില്ലാതെ ഇരിക്കാൻ പാടില്ല. അതിനുവേണ്ടി ലോക്കൽ ബോഡികളുടെ നേതൃത്വത്തിൽ ഇന്ദിരാ ക്യാൻറ്റീൻ രൂപീകരിക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും നേതൃത്വത്തിൽ കൊച്ചി നഗരസഭ 50 ദിവസത്തെ കർമ്മ പരിപാടി പ്രഖ്യാപിച്ച് ആ 50 ദിവസത്തിനുള്ളിൽ ഈ മനോഹരമായൊരു ഇന്ദിരാ ക്യാൻറ്റീൻ, പിന്നെ 50 രൂപയ്ക്കാണ് ഒരു ദിവസം 3 നേരത്തെ ഭക്ഷണം കഴിക്കുക. 10 രൂപ ഉണ്ടെങ്കിൽ 3 ഇഡ്ഡലി കഴിക്കുക. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് 30 രൂപയാണ്. പിന്നെ 10 രൂപയാണ് വൈകുന്നേരത്തെ ചപ്പാത്തി. ഇത് ഈ സ്റ്റേറ്റിന് മുഴുവൻ മാതൃകയായി മാറട്ടെ എന്നതിനെ ആഗ്രഹം. ഒരാളും ഇതുപോലത്തെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ഒരാൾ പട്ടിണി കിടക്കില്ലല്ലോ. ഇത് നടത്താൻ പറ്റും. നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായാൽ മതി, ഡിറ്റർമിനേഷൻ ഉണ്ടായാൽ മതി. കൊച്ചിയിൽ ഇന്ദിരാ ക്യാൻറ്റീൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അതിനു മുമ്പ് അദ്ദേഹം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇന്ദിരാ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ഭക്ഷണം വളരെ നല്ലതാണ്, അമേസിങ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത്രയും നല്ല രുചികരമായ ഭക്ഷണമാണ് ഇന്ദിരാ ക്യാൻറ്റീനിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. ഇന്ദിരാ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചു. പക്ഷേ ഭക്ഷണം ഉണ്ടാക്കാൻ ഇന്ദിരാ ക്യാൻറ്റീനിൽ അടുക്കളയില്ല. പിന്നെ എവിടെ നിന്നാണ് ഭക്ഷണം എത്തുന്നത് ഇന്ദിരാ ക്യാൻറ്റീനിൽ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ. കൊച്ചി കോർപ്പറേഷൻ LDF ഭരിച്ചിരുന്ന കാലത്ത്, എന്ന് വെച്ചാൽ മുൻ ഭരണസമിതി, സമൃദ്ധി ക്യാൻറ്റീൻ ആരംഭിച്ചു കൊച്ചിയിൽ. കേരളത്തിൽ വലിയ ചർച്ചയായ വിഷയമാണ്. ചുരുങ്ങിയ പൈസക്ക് കൊച്ചിയിലെത്തുന്ന ആർക്കും ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം. കുടുംബശ്രീയാണ് സമൃദ്ധി ക്യാൻറ്റീൻ നടത്തുന്നത്. വലിയ തോതിൽ പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു പദ്ധതിയായിരുന്നു. LDFിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് വലിയ അംഗീകാരവും അന്ന് ലഭിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സമൃദ്ധി ക്യാൻറ്റീനിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഇന്ദിരാ ക്യാൻറ്റീനിലേക്ക് എത്തുന്നത്. ഇനി നമുക്ക് ചില ദൃശ്യങ്ങൾ കാണാം. ദൃശ്യം ആദ്യം ഒരു വാഹനം നിൽക്കുന്നു, ഒരു അടുക്കളയുടെ ദൃശ്യങ്ങൾ കൂടിയുണ്ട്. അടുക്കളയിൽ നിന്ന് സാധനങ്ങൾ മെല്ലെ ഈ വാഹനത്തിലേക്ക്, പിക്കപ്പ് വാനിലേക്ക് കയറ്റുകയാണ്. പിക്കപ്പ് വാനിലേക്ക് ഭക്ഷണങ്ങൾ കയറ്റിയ ശേഷം പിക്കപ്പ് വാൻ പുറത്തേക്ക് പോകുന്നു. എവിടത്തേക്കാണ് വണ്ടി പോകുന്നത് എന്നറിയാൻ സ്വാഭാവികമായും വിഷലിലെടുത്ത ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറയും വാഹനത്തിന് പിറകെ തന്നെ പോകുന്നുണ്ട്. റോഡിലൂടെ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം ചെന്നെത്തുന്നത് ഇന്ദിരാ ക്യാൻറ്റീനിന് മുന്നിലാണ്. ഇന്ദിരാ ക്യാൻറ്റീനിന് മുന്നിലെത്തുന്ന വാഹനത്തിൽ നിന്ന്, പിക്കപ്പ് വാനിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ ഇറക്കുന്നു. ആ ഭക്ഷണ സാധനമാണ് ഇന്ദിരാ ക്യാൻറ്റീനിൽ വിതരണം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇന്ദിരാ ക്യാൻറ്റീനിൽ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. ഇത് നേരത്തെ തന്നെ ഈ ആരോപണം ഉയർന്നതാണ്. ആരും പക്ഷേ അത് അത്ര മുഖവിലക്കെടുത്തില്ല. CPIMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം പറഞ്ഞിരുന്നു. വലിയ അഴിമതിയാണ്, പണം, സമൃദ്ധി ക്യാൻറ്റീൻ്റെ പണം പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ഇന്ദിരാ ക്യാൻറ്റീൻ ലഭിക്കുന്ന വരുമാനം എവിടെയാണ് അടക്കുന്നത്? കോർപ്പറേഷനിൽ അടക്കുന്നുണ്ടോ? കോർപ്പറേഷനിൽ ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യവും അന്ന് തന്നെ CPIMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ചോദിച്ചിരുന്നു. ആ വാക്കുകൾ കൂടി കേൾക്കാം. സമൃദ്ധി ക്യാൻറ്റീൻ നടത്തുന്നത് കുടുംബശ്രീയാണ്. കുടുംബശ്രീ മാതൃകാപരമായി തീർത്ത, കുടുംബശ്രീ കേരളത്തിൽ ലോകത്തിന് കാണിച്ചു വെച്ച ഒരു മാതൃകാ പദ്ധതിയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഏറ്റവും മാതൃകാപരമായ ഒന്നായിരുന്നു നമ്മുടെ ഈ ജനകീയ പദ്ധതി എന്നുള്ളത് കാണാൻ കഴിയും. എന്നാൽ സമൃദ്ധിയെ നടത്തുന്ന കുടുംബശ്രീയെ തകർത്ത് ഇവരുടെ ഇഷ്ടക്കാരിലേക്ക് ആ പദ്ധതിയെ മാറ്റുക എന്ന ദുരുദ്ദേശത്തോടെയാണ് ഇന്ദിരാ ക്യാൻറ്റീൻ ആരംഭിച്ചത് എന്ന് കാണാം. എന്നാൽ ആരംഭിച്ചു കഴിഞ്ഞപ്പോ ഇന്ദിരാ ക്യാൻറ്റീൻ ഒരു കിച്ചൺ ഉണ്ടാവുണ്ട്. സമൃദ്ധിന്ന് ഭക്ഷണം ഉണ്ടാക്കി അവിടെ നിന്ന് കൊണ്ടുവന്ന് അവിടെ വിൽക്കുകയാണ്. ഇപ്പൊ രണ്ടാമത്തെ പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിന്റെ സാമ്പത്തികം ഏത് ഹെഡിലാണ് കൈകാര്യം ചെയ്യുന്നത്? അത് നിങ്ങൾ അന്ന് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. അത് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇന്ദിരാ ക്യാൻറ്റീന്റെ സാമ്പത്തികം, അവിടെ കിട്ടുന്ന പൈസ, മറ്റു കാര്യങ്ങൾ ഏത് ഹെഡിലാണ്? അത് നേരിട്ട് എവിടെയാണ് അടയ്ക്കുന്നത്? സമൃദ്ധിയുടെ ഹെഡിലാണോ അത് ഇന്ദിരാ ക്യാൻറ്റീന്റെ വേറെ പൈസയാണോ? പൈസ തട്ടിക്കാനുള്ള മറ്റൊരു പദ്ധതി കൂടിയാണോ ഇത് എന്നുള്ള കാര്യം ഗൗരവമായ അന്വേഷണത്തിന് വിധേയമാക്കപ്പെടേണ്ട ഒന്നാണ്. ഇങ്ങനത്തെ ഒരു തട്ടിപ്പ് പദ്ധതി ഈ എറണാകുളത്ത് ഇവർ കൊണ്ടുവന്ന് നടപ്പാക്കിയ, കഴിഞ്ഞ 3 മാസക്കാലം കൊണ്ട് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിലേക്ക് എടുത്തു വച്ചിട്ടുള്ളത് എന്ന് കാണും. ഉടായിപ്പ് എന്നൊക്കെ പറയാറില്ലേ, അതിൻ്റെ അങ്ങേ അറ്റമാണ് നാം കണ്ടത്. ഇതാണ് കോൺഗ്രസ്. ഈ ഇന്ദിരാ ക്യാൻറ്റീനാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിപ്പിക്കും എന്ന് പ്രകടന പത്രികയിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അടുക്കളയില്ലാത്ത ഇന്ദിരാ ക്യാൻറ്റീൻ.
കേരളത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇന്ദിരാ ക്യാൻറ്റീൻ ആരംഭിച്ചാൽ എവിടെ നിന്നാണ് ഫുഡ് കൊണ്ടുവരിക? നേരത്തെ LDF സർക്കാർ ആരംഭിച്ച സമൃദ്ധി ക്യാൻറ്റീനിൽ നിന്ന്, അതല്ലെങ്കിൽ ചെറിയ പൈസക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ജനകീയ ഹോട്ടലുകൾ ആരംഭിച്ചിരുന്നു കേരളത്തിൽ. വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടു കൂടി കുടുംബശ്രീയാണ് ജനകീയ ഹോട്ടലുകൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ കഫേ സ്ത്രീകൾ ആരംഭിച്ചിരുന്നു. കുടുംബശ്രീയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കഫേ സ്ത്രീകൾ ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. ഇതെല്ലാം തകർത്ത് ഇന്ദിരാ ക്യാൻറ്റീൻ എന്ന സംവിധാനത്തിലേക്ക് ഭക്ഷണം വിതരണം ചെയ്യുക മാത്രം. ഭക്ഷണം തയ്യാറാക്കുന്നത് നേരത്തെയുള്ള ക്യാൻറ്റീനുകളിൽ നിന്നാണ്, ജനകീയ ഹോട്ടലുകളിൽ നിന്നാണ്, കഫേ കുടുംബശ്രീയിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ സമൃദ്ധി പോലെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് എടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നാണ്. അവിടെ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം എടുത്ത് ഇന്ദിരാ ക്യാൻറ്റീനിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുക എന്ന ഉഡായിപ്പ്, തട്ടിപ്പ്, ഇതാണ് കോൺഗ്രസ്. അതാണ് കൊച്ചിയിൽ നാം കണ്ടത്. അതാണ് കൊച്ചിയിൽ ഇപ്പോൾ പൊളിഞ്ഞു വീണത്. പ്രതിപക്ഷ നേതാവിൻ്റെ മുഖംമൂടി അടക്കമാണ് പൊളിഞ്ഞു വീണിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിലൂടെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.